നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനിങ്ങനെ വളർന്നൂടാ, അവനെ ശിക്ഷിക്കണം. അവൻ ആഗ്രഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കൊടുക്കണം. സീതാരാമന്റെ പക്ഷേ രാവണൻ കൊണ്ടുപോയി. സീതാരാമന്റെ പക്ഷേ രാവണൻ കൊണ്ടുപോയി. ഏട്ടാ, ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടടാ. മനസ്സൊരുപാട് വിഷമിപ്പിക്കരുത്. ഏട്ടന്റെ അവസ്ഥ ഓർത്തിട്ടാ ഞാനീ പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി വീണു പോയാ നിത്യമോൾക്കത് തീരാ സങ്കടാവും. ശിവാനന്ദ, എനിക്ക് നിന്നോടൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. എന്താ ഏട്ടാ? നമ്മുടെ നാട്ടിൽ വെച്ച് നിത്യമോളെ ആക്രമിക്കാൻ പുറത്തുനിന്ന് ഒരാൾ വരും നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒരാളെ സംശയിക്കുന്നില്ലേ? അതാരാ? സംശയമുണ്ട് ഏട്ടാ. അതെനിക്കും എന്റെ മക്കൾക്കും അറിയാം. പിന്നെ എല്ലാരും കൂടി നിൽക്കുന്ന നേരത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നളിനിയുടെ സംസാരം പോലും ഞാൻ തടഞ്ഞത്. നമ്മളോട് പരാതി പോലും പറയാതെ എന്റെ മോള് കുറച്ച് കയ്പുനീര് കുടിച്ചിറക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. എങ്കിലും അത്ര മണ്ടന്മാരായി പോകാൻ പാടില്ലല്ലോ. എന്റെ മോളെ ദ്രോഹിച്ചത് അവനാ. ജീവൻ. ഇന്നും ഒന്നും ആരും ചോദിക്കാനില്ലാതെ, ആരും ശിക്ഷിക്കാനില്ലാതെ അവനിങ്ങനെ വളർന്നൂടാ. അവനെ ശിക്ഷിക്കണം. അവൻ ആഗ്രഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കൊടുക്കണം. നിനവിടെ പറ്റില്ലടാ. ഒന്നുകിൽ ഏട്ടനിൽ നിന്ന് അല്ലെങ്കിൽ നിത്യയിൽ നിന്ന്. ഈ ഒരു വാക്കിനു വേണ്ടിയാ ഞാനും എന്റെ മക്കളും കാത്തിരുന്നത്. ഇനിയിപ്പോ ഏട്ടൻ പറഞ്ഞല്ലോ, ബാക്കി കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക്. അവൻ നിത്യമോളെ ഉപദ്രവിക്കുന്നു, ഒന്നും അറിയാത്ത പോലെ നമ്മുടെ മുമ്പിൽ നടിക്കുന്നു. നമ്മൾ അവനുള്ള ശിക്ഷ കൊടുക്കും. അവനേക്കാൾ നന്നായി അവന്റെയും അവന്റെ വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കും. ദുഷ്ടൻ. വേദന എന്താണെന്ന് അവൻ അറിയണം. എന്നാലേ പഠിക്കോ. ഏട്ടൻ കുറിച്ചു വെച്ചോ, അവന്റെ ശിക്ഷയ്ക്കുള്ള സമയമായി.
എന്റെ ഹരി, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ഒരു ദിവസം കൂടിയെന്ന് ഡോക്ടർ പറഞ്ഞ പിന്നെ കിടന്നല്ലേ പറ്റൂ. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോണം. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരുന്നു. രാജീവെ, നിങ്ങൾക്കറിയാലോ അതിന്റെ സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ. അവൾ അതിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഇനി എന്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെ ആർക്കാ അറിയുന്നേ? എടാ മോനെ, ഞാനിപ്പോ വടക്കേ വീട്ടിലെ സരസ്വതിയെ വിളിച്ചായിരുന്നു. അവളോട് പോയി നോക്കാൻ പറയുകയും അവൾ നോക്കുകയും ചെയ്തു. എടാ, ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അമ്മാവനോട് രാത്രി പോയി നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അമ്മാവൻ അത് കേട്ടോ? കൊല്ലാൻ പോലും മടിയില്ലാത്തവളുടെ കൂടെ എന്റെ കുഞ്ഞിനെ കിടത്തി കൊടുത്തിട്ട് അമ്മാവൻ ഇവിടെ എന്നെ നോക്കി നിൽക്കുക. എടാ, നീ പറഞ്ഞപ്പോ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതല്ലേ? അന്നേരല്ലേ നിനക്ക് ഒരു തലകറക്കമെന്ന് പറയൂ ഡോക്ടർമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? നിനക്ക് നിന്റെ കുഞ്ഞിനോട് തോന്നുന്ന അതേ സ്നേഹമാ എനിക്ക് നിന്നോട് ഉണ്ടാവുന്നത്. കാരണം ആ പ്രായത്തിൽ ഈ കൈ കൊണ്ട് നടന്നതാ നിന്നെ. തലയ്ക്ക് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർമാര് പറഞ്ഞത് അല്ലേ? അപ്പോ നിനക്കൊരു തലകറക്കവോ പ്രശ്നമോ വന്നാ ഞാൻ എന്താ കരുതേണ്ട? എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അതെന്റെ കുറ്റമാണെങ്കിൽ അത് നീ അങ്ങ് സഹിച്ചാ മതി. അല്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലാതെ. ഹരി, ഞാൻ പറയുന്ന കേക്ക്. അമ്മാവനിപ്പോ വീട്ടിലേക്ക് പൊക്കോളും. പക്ഷേ ഡോക്ടർ നീ അനുസരിക്കണം. രാജീവേ, എനിക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ നമുക്കിങ്ങ് തിരിച്ചു പോരാം. എന്നെ കൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. എന്റെ എല്ലാ അസുഖവും മാറാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താ ഹരി, വലിയ തർക്കത്തിലാണല്ലോ? ഒരു ദിവസം കൂടി കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഹരിയോട് പറഞ്ഞു. അതിന്റെ ടെൻഷനാ. ഹരി, നിങ്ങളെ പോലുള്ള ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. പൂർണ്ണമായി ഭേദമായിട്ട് പോകുന്നതല്ലേ നല്ലത്. സർ, പ്ലീസ്, എനിക്ക് പോയേ പറ്റൂ. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ഞാൻ തിരിച്ചു വന്നോളാം. ഇവന്റെ കുഞ്ഞിന്റെ അടുത്ത് പോകാൻ വേണ്ടിട്ടാ. അവള് ചെറുതാ സർ. എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കയ്യിലെടുത്താലേ അവള് കരച്ചിലടക്കൂ. ഇവിടെ കിടന്നിട്ട് ഒരു സ്വസ്ഥതയില്ലാത്തത് എന്റെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാ. അവളുടെ അടുത്ത് നിന്ന് ഞാൻ ഇതൊക്കെ മറക്കും. പിന്നെ ചിരിയായി, കളിയായി. താൻ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ച എന്ത് ചെയ്യാനാടോ? അതെ, കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ടാണ് വേണമെങ്കിൽ തനിക്ക് ഡിസ്ചാർജ് തരാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.